എൻ നെഞ്ചിൽ വീണ മൂളും വീണം പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണെ ചൊരിയു നീരാഗം, ഉണരു നീ വീണെ ചൊരിയു നീരാഗം. കൊഞ്ചം നിന്നിമ്പം എൻ നെഞ്ചിൽ വീണ മൂളും വീണം പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണെ ചൊരിയു നീരാഗം, ഉണരു നീ വീണെ ചൊരിയു നീരാഗം. ഒരു സ്മൃതിയായി മനസ്സിൽ നിറയുക നീ, പടരുക നീ മിഴിയിൽ കനലലയായി. ഒരു സ്മൃതിയായി മനസ്സിൽ നിറയുക നീ, പടരുക നീ മിഴിയിൽ കനലലയായി. മോഹം ചൊല്ലി സ്വരരാഗം എന്നും എന്നിൽ നിന്നിൽ തൂവും തേനല്ലയോ. പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണെ ചൊരിയു നീരാഗം, ഉണരു നീ വീണെ ചൊരിയു നീരാഗം. ഒരു മലരായി മാറിൽ നിറയുക നീ, ചൊരിയുക നീ ഇതളാൽ കണിമലരായി. ഒരു മലരായി മാറിൽ വിരിയുക നീ, ചൊരിയുക നീ ഇതളാൽ കണിമലരായി. ദാഹം ചൊല്ലി പുഴ തേങ്ങും എന്നും കണ്ണിൽ കണ്ണിൽ എന്നും കനിവല്ലയോ. പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണെ ചൊരിയു നീരാഗം, ഉണരു നീ വീണെ ചൊരിയു നീരാഗം. കൊഞ്ചും നിന്നിമ്പം എൻ നെഞ്ചിൽ വീണ മൂളും വീണം പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണെ ചൊരിയു നീരാഗം, ഉണരു നീ വീണെ ചൊരിയു നീരാഗം. ആസാദം ഗോവിന്ദ് ആൻഡ് സ്നേഹ സൂപ്പർ ആയിരുന്നു. എടാ നീ എന്തിനാ വായ ഇങ്ങനെ ഫുൾ ടൈം തുറന്നു വെച്ചോണ്ടിരിക്കണേ? ആ സ്റ്റെപ്പിന്റെ ഇതിൽ അങ്ങനെ ആയി പോയതാണോ? അതെ, നീ എല്ലാ സ്റ്റെപ്പിനും ഇങ്ങനെയായിരുന്നു. ഈ സ്റ്റെപ്പ് ശരിക്കും നീ കൈ നിട്ടാണോ ചവലായിട്ട് പഠിപ്പിച്ചത്? അങ്ങനെയാ, പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ചേച്ചി ഗോവിന്ദ് ആൻഡ് സ്നേഹ സൂപ്പർ. എന്താ ഡാൻസ്! ഞാൻ വിചാരിച്ചു ഗോവിന്ദ് തലയാണെന്ന് തെറിച്ചു പോകുന്നു. അമ്മാതിരി ഡാൻസ് മുടിയൊക്കെ. സ്നേഹ പാടുമ്പോഴും ഗോവിന്ദ് തലയിട്ടാട്ടാണ്. സ്നേഹയുടെ ഡാൻസ് ഭാഗങ്ങൾ കൂടി ഗോവിന്ദ് കളിച്ചു. ഫുൾ ടൈം ഡാൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും തലയൊക്കെ ആട്ടി അവസാനം പാടാൻ നേരത്ത് എന്താവുന്നു. പക്ഷെ പാടി. എന്തായിരുന്നു എനർജി! ഫുൾ
എന്തോ ഭയങ്കര ഡാൻസ്, ഭയങ്കര പാട്ട്, ഭയങ്കര വൈബിങ് വൈബിങ്, ഫുൾ വൈൻ സീനായിരുന്നു. സീൻ കോൺട്രായിരുന്നു, പൊളിച്ചു. ഹിറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു പെർഫോമൻസ് കാണാൻ. മക്കളെ, പാട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു സെലക്ഷൻ. കാരണം ഈ പാട്ട് ഞാൻ ഇതുവരെ ആരും പാടി കേട്ടിട്ടില്ല കോമ്പറ്റീഷനിൽ, ഞാൻ കേട്ടിട്ടില്ല. നല്ലൊരു സെലക്ഷൻ, രസമുണ്ട് കേൾക്കാൻ. നിങ്ങളൊരു ഒരു ഒരു ഗുമ്മുണ്ടാക്കി പാട്ട് വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചൊരു നൈസ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ ശ്രുതി വൈസ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു ഗോവിന്ദ്. ആ ഹാർമണിയൊക്കെ വന്ന സ്ഥലത്ത് രണ്ടുപേരും 2 റൂട്ടിൽ പോയി. എന്തൊക്കെയോ അവിടെ ഒന്ന് ചേരായിക തോന്നി. ഒന്ന് പാടൂ രണ്ടുപേരും. ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. മോളുടെയോ? ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. ഒരുമിച്ച് പാടി, ഒന്നിച്ച് പാടി. ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. ഗോവിന്ദ് പാടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചേർന്നാല് അത് കേൾക്കാൻ നല്ല രസമുണ്ടാവും. ഈ ഹാർമണി വരുന്ന സമയത്ത് ഒരുപാട് ഗ്ലൈഡ് എടുത്ത് കൊണ്ടുവന്ന ക്ലാഷ് വരും. അപ്പൊ അത് മാക്സിമം പ്ലെയിൻ ആക്കി പാടാൻ ശ്രമം. ഒന്ന് പാടി ആ സെക്കൻഡ് വൺ. ഉണരു നീ വീണേ ചൊരിയു നീരാഗം, ഉണരു നീ വീണേ ചൊരിയു നീരാഗം. മോളുടെ ഓക്കെയാ. ഗോവിന്ദിന്റെ ഇപ്പൊ ആ രണ്ടാമത്തെ സംഗതി നീ വീണേ ചൊരിയു നീരാഗം. അത് ഒരുമിച്ച് പാടുമ്പോ ആ കോൺസെൻട്രേഷൻ പോകുന്നു. അത് ആ ശ്രുതി കുറച്ചുകൂടെ ചേരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ കൂടുതലും നിങ്ങളുടെ പെർഫോമൻസ് വൈസ് ആണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. പക്ഷെ ഈ എടുത്ത് പറയാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് എന്തോ സംഭവിച്ച പോലെ തോന്നി, ഒരു ആക്സിഡന്റ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. സ്പെഷ്യലി ഈ രണ്ടുപേരും ഇങ്ങനെ ഹാർമണിയൊക്കെ പാടുന്ന സമയത്ത് അത് നല്ലോണം ശ്രുതി ചേർന്നില്ലെങ്കിൽ കല്ല് കടിക്കും. അത് മാത്രമാണ് എനിക്കിതിൽ കൂടുതലായിട്ടും എടുത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം. അല്ലാതെ ഇറ്റ് വാസ് ഗുഡ്. ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിലും ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇറ്റ് വാസ് ഗുഡ്. രണ്ടുപേരും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ഗുഡ്. താങ്ക് യു ചേച്ചി. ശരത് സാറ് നിന്റെ കൂടെ സ്റ്റെപ്പ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്? പറ്റുന്നില്ല. അല്ല, മറ്റേ കാല് കൊണ്ട് ഇങ്ങനെ അതൊന്നുകൂടെ കാണിച്ചാൽ അനുപേട്ടാ. ബാക്കിലോട്ട് പോയി. നന്നായിട്ടുണ്ട് ഗോവിന്ദ. നൈസ് നൈസ് നൈസ്. അതൊക്കെ തകർത്ത് കേട്ടാ. ഇതിന്റെ പെർഫോമൻസ് ഒന്നും നമുക്ക് പറയാനില്ല. അത് സ്നേഹം നന്നായിരുന്നു മൊത്തത്തില്. ഈ ശ്രുതിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഗോവിന്ദനുമായിട്ട് കുറച്ച് ചേരാൻ പറ്റാത്ത ഒരു സംഗതി. അപ്പം അതൊന്ന് നോക്കിക്കോണം കേട്ടോ. അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക ശ്രുതിക്ക്. ഞാൻ ഗോവിന്ദനൊരു സാധനം മേടിച്ചുകൊണ്ട് തരാം അടുത്ത വട്ടം വരുമ്പോൾ. പക്ഷെ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വലിയ പാടാണ്. പക്ഷേ ചെയ്താൽ അതുകൊണ്ട് ഗുണമുണ്ടാവും. ഞാൻ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു സാർ. നന്നായിരുന്നു. പിന്നെ സ്നേഹ നന്നായിട്ട് പാടി. സ്നേഹ അത് ഇത് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ. പക്ഷേ ഈ ആ ഹുക്ക് ലൈൻ നന്നായിട്ട് കേട്ടിട്ടുണ്ട്, നമ്മളെവിടെയോ കേട്ടിട്ടുണ്ട്, അതിൽ ഡൗട്ടില്ല. പിന്നെ കോറസുകാർ അവരൊരു തുരുത്തും കൊണ്ട് ആദ്യം വരുന്ന കണ്ടായിരുന്നു. പിന്നെ ആ തുരുത്ത് അങ്ങ് വിട്ട്. അതെന്താ മൺട്രോ തുരുത്താ? ആരും നോക്കുന്നില്ല എല്ലാരും കള്ളത്തരം. ഒരു അസ്ഥാന സമയത്ത് തുരുത്തുരുത്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പാടുന്നു. നിങ്ങളുടെ ആ തുരുത്ത് ഫേമസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൺട്രോ തുരുത്ത് അത് കൊള്ളായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഹാർമണിയൊക്കെ ഒരു ഇത് നന്നായിരുന്നു. അത്രേ ഉള്ളു ചക്കരകളെ. ഇതൊക്കെ ആയാലും ഒരു പാട്ട് കൊണ്ടുവന്ന് ഒരു നല്ല ഓളം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് ഗോവിന്ദ്, സ്നേഹ, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, അങ്ങനെ പറയാം. ഇപ്പം ഇതൊരു പെർഫോമൻസ് റൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് സ്കോർ ചെയ്യാം. ഈ ഒരു പെർഫോമൻസിൽ ശ്രുതി ആയിരുന്നു നമ്മുടെ മെയിൻ വില്ലനായിട്ട് വന്നത്. ഗോവിന്ദന് സാധാരണ അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കാണാത്തതാണ്. കാരണം എനിക്കൊന്ന് കഴിഞ്ഞ പെർഫോമൻസിൽ ഭയങ്കര വേഴ്സ്റ്റൈൽ ആയിട്ടുള്ളൊരു സിംഗറാണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതാദ്യമായിട്ടാണ് ഗോവിന്ദ് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ശ്രുതി ചേരായിക ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. സ്നേഹം നന്നായിട്ട് പാടി. ഗോവിന്ദന് കുറച്ചുകൂടെ ആവാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോവിന്ദോ സാർ. സ്നേഹ, ഞാന് ഷാൻ പറഞ്ഞെടുത്തൊന്ന് തുടങ്ങുകയാണ്. പെർഫോമൻസ് ഓഗ്രാൻ, നല്ലൊരു കാര്യം.
നല്ല രസമായിട്ട്, കാരണം ആരും കാണാത്ത സ്റ്റെപ്പുകളൊക്കെ ഇട്ട് വായൊക്കെ തുറന്നു വെച്ച് ഫ്രഞ്ചി കുഴപ്പമില്ല. പക്ഷെ ഈ ശ്രുതി എന്ന് പറയുന്നത് ഗോവിന്ദന് ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുകയാണ്, പോകുന്നുണ്ട്. അനുപല്ലവി പാടിയപ്പം ശ്രുതി മൊത്തം പ്രശ്നമായിരുന്നു. ചരണം പാടിയപ്പം ഏകദേശം ഒത്തു. അതുപോലെ തന്നെ അനുപല്ലവിയിൽ നമ്മുടെ സ്നേഹ കറക്റ്റായിട്ട് പാടി. ചരണം വന്നപ്പോഴത്തേക്ക് സ്നേഹയ്ക്കും കൂടെ കുറച്ചങ്ങ് പോയി ശ്രുതി. എന്തായാലും പെർഫോമൻസ് നന്നായിരുന്നു. പാട്ട് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഈ ശ്രുതി നമുക്ക് ഒരിക്കലും ശരിയാക്കി തരാൻ പറ്റില്ല, നമുക്ക് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. പക്ഷേ പാട്ടാണെങ്കിൽ പഠിപ്പിക്കാം, ഇതുപോലെ പാട്, ഇങ്ങനെ സംഗതി പാടെന്ന് പറയാം. പക്ഷേ ശ്രുതി ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്, ശ്രുതി ചേരണം. ശ്രുതി ചേർന്നില്ലേ പോയി. അത് വേറെ സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ശ്രുതി ശരിയാക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം സാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെർഫോമൻസ് നന്നായിരുന്നു. ഗോഡ് ബ്ലസ്, ഗുഡ് ലക്ക്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് വയ്ക്കാം. ആദ്യം സ്നേഹയുടെ മാർക്ക്. ചേച്ചി. സ്നേഹ മോളെ ഈ പെർഫോമൻസിന് 8.7. ഒരു മലരായി ഷാനിക്ക. 8.7. എം ജി സർ. ഇത്രയൊക്കെ ഉള്ളൂ, 8.7. ഓക്കെ, സോ ടോട്ടൽ 26.1. ശരത് സർ. സ്നേഹ. ഓക്കെ, ഇനി ഗോവിന്ദ്. ചേച്ചി. ഗോവിന്ദ്, ചേച്ചി. ശ്രുതി പ്രശ്നങ്ങൾ ഇപ്രാവശ്യം 8.5. ഷാനിക്ക. 8.5. താങ്ക് യു ഷാനിക്ക. സെയിം ആണ്, 8.5. ഓക്കെ സർ. ഓക്കെ, സോ ടോട്ടൽ 25.5. ഓക്കെ,